ആദ്യത്തെ മണിച്ചിത്രത്താഴ് എന്ന് പറയുന്ന ടാസ്കിൽ ജയിച്ച് 20 പേരേക്കാൾ തനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ബാക്കി വന്ന, അതായത് മണിച്ചിത്രത്താഴ് എന്ന് പറയുന്ന ബിഗ് ബോസ് അഗ്നിപരീക്ഷയിലെ ആദ്യത്തെ ഒരു ടാസ്കിൽ ഫെയിലായി പുറത്തുപോയ 20 പേർ. അവർക്ക് വീണ്ടും ഒരു അവസരം എന്തായാലും എപ്പിസോഡ് 1 തന്നെ അവസാനം കൊടുക്കും എന്ന് പറഞ്ഞിരുന്നതാണ്. എന്തായാലും സെക്കൻഡ് ഡേ ആയ ഇന്ന് എന്തായാലും അവർക്ക് കൊടുത്ത അവസരമാണ് നമ്മൾ എന്തായാലും കണ്ടത്. അതിനകത്ത് എന്തായാലും ആ ഒരു അവസരം കഴിയുന്ന സമയത്ത്, അതായത് എപ്പിസോഡ് 2 തീരുന്ന സമയം എന്തായാലും ജഡ്ജസ് തന്നെ പറയുന്നുണ്ട്, ആദ്യം വന്ന 20 പേരേക്കാൾ തങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടത് രണ്ടാമത് വന്ന 20 പേരാണ് എന്നാലും കൃത്യമായി തന്നെ പറയുന്നുണ്ട്. അതിനെ അനുകൂലിച്ചെന്നാലും 3 ജഡ്ജസും സംസാരിക്കുന്നുണ്ട്. അതിനൊരു പ്രധാനമായിട്ടും പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യം എന്തായാലും ഔട്ടായ സമയത്ത് ഉറപ്പായും അവർക്ക് വീണ്ടും തിരിച്ചു കയറാൻ കിട്ടിയ ഒരേ ഒരു അവസരമാണ്. അത് വേണ്ട രീതിയിൽ പ്രോപ്പറായിട്ട് ഉപയോഗിച്ചില്ലെങ്കിൽ തങ്ങൾക്ക് ഇവിടെ എന്തായാലും തുടരാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യം നല്ല രീതിയിൽ തന്നെ മനസ്സിലായതുകൊണ്ടായിരിക്കണം വളരെയധികം ആക്റ്റീവായിട്ടും വളരെയധികം ഫണ്ണായിട്ടും അതുപോലെ തന്നെ പറയേണ്ട അഭിപ്രായങ്ങൾ വേണ്ട രീതിയിൽ തന്നെ പറഞ്ഞുമെല്ലാം വളരെ എന്റർടൈനിങ് ആയി മുന്നോട്ട് കൊണ്ടുപോകാൻ എന്തായാലും എപ്പിസോഡ് 2 അഗ്നിപരീക്ഷ മലയാളത്തിൽ നമുക്ക് എന്തായാലും ഇന്ന് കാണാൻ സാധിച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എന്റർടൈൻ ചെയ്യാൻ കഴിയുന്ന കുറച്ചധികം ആൾക്കാർ എന്തായാലും എപ്പിസോഡ് 2 എന്തായാലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കാര്യം അവരുടെ സംസാര ശൈലി കൊണ്ടും മറ്റുമൊക്കെ ആണെങ്കിൽ വളരെയധികം ഫണ്ണി ആയിട്ടും അതുപോലെ തന്നെ എൻഗേജിംഗ് ആയിട്ടും പിടിച്ചിരുത്താൻ കഴിയുന്ന ഒരുപാട് മത്സരാർത്ഥികൾ എന്തായാലും എപ്പിസോഡ് 2, അതായത് മണിച്ചിത്രത്താഴ് എന്ന് പറയുന്ന ആദ്യത്തെ ഒരു ടാസ്കിൽ ഫെയിലായി പുറത്തുപോയ 20 പേരിൽ എന്തായാലും ഒരുപാട് നമുക്ക് എന്തായാലും കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ അതെന്തായാലും തുടർന്ന് ഇനിയും അവരുടെ സൈഡിൽ നിന്ന് അത്തരത്തിലുള്ള കോൺട്രിബ്യൂഷൻസ് കാണാൻ സാധിക്കുമോ എന്നുള്ളത് കണ്ടറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്തായാലും എപ്പിസോഡ് 3 മുതൽ എത്തരത്തിലായിരിക്കും എന്നുള്ളത് നമ്മൾ എന്തായാലും കണ്ടു തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്.